നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓണത്തെ വരവേൽക്കാൻ കനോലി പുഴയിൽ നീരണിഞ്ഞ വള്ളങ്ങൾ. ജലോത്സവങ്ങൾക്കായി ക്ലബ്ബുകൾ തുഴച്ചിൽ പരിശീലനം ആരംഭിച്ചു. ചേറ്റുവയിൽ കൺവെൻഷൻ സെന്ററിലെ ലിഫ്റ്റിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ കുടുങ്ങി. തിത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. വാർത്തകൾ വിശദമായി. ജലോത്സവ ആവേശം. ക്ലബ്ബുകൾ തുഴച്ചിൽ പരിശീലനം ആരംഭിച്ചു. ജലോത്സവങ്ങളിൽ ജേതാവായി ട്രോഫി നേടാനുള്ള ലക്ഷ്യത്തിൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന വിവിധ ക്ലബ്ബുകൾ തുഴച്ചിൽ പരിശീലനം ആരംഭിച്ചു. ഇപ്പോഴേ പരിശീലനം ആരംഭിച്ചാൽ കൈവഴക്കത്തോടെ മത്സരം എളുപ്പമാക്കാമെന്നാണ് തുഴച്ചിൽ നടത്തുന്നവർ പറയുന്നത്. കണ്ടശാങ്കടവ് കനോലി പുഴയിൽ രാവിലെയും സന്ധ്യയ്ക്കുമാണ് ക്ലബ് പ്രവർത്തകർ പരിശീലനം നടത്തുന്നത്. നടുവിൽക്കര BCN ക്ലബ്ബ് 2-ലെ 2 വള്ളത്തിലാണ് പരിശീലനം നടത്തുന്നത്. നടുവിൽക്കരയിൽ നിന്ന് തന്നെ സംഘം ബോട്ട് ക്ലബ്ബും മത്സര രംഗത്തുണ്ട്. ടീമിൻ്റെ പേര് BCN നടുവിൽക്കരയാണ്. ഞങ്ങൾ 17ാമത്തെ വർഷമാണ് ഈ വള്ളംകളിയിൽ പങ്കെടുക്കുന്നത്. ടീം എല്ലാ കൊല്ലം നമ്മൾ ഇവിടെ പങ്കെടുക്കുന്ന ഞങ്ങൾ ജലോത്സവം നടത്തുന്ന ടീമൊക്കെ ആയിരുന്നു. നമ്മളിപ്പോൾ ട്രെയിലിൻ്റെ ഭാഗമായിട്ട് കാലത്ത് ഒരു 5:45 തൊട്ട് ഒരു 7 മണി വരെ എല്ലാവർക്കും പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ കുറച്ച് പേരൊന്നും എത്തിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ട്രെയിലിൻ്റെ ഭക്ഷണം കാര്യങ്ങളൊക്കെ അല്ലാതും ഒക്കെ ഇതായി വരുന്നുള്ളൂ. സ്പോൺസറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നാഗർ ട്രോഫിക്ക് ഞങ്ങൾ കളിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രാദേശികമായി തൃശ്ശൂർ ജില്ലയിലെ കളികൾ ഒരു 5 കളികൾ: തൃപ്രയാർ, കണ്ടശാങ്കടവ്, തീരം ജലോത്സവം, ഇടിയഞ്ചിറ ജലോത്സവം, പിന്നെ കറുകുമാട്, 4 മണിക്കാറ്റിലെ ഈ കളികളിൽ ഞങ്ങൾ പങ്കെടുക്കുന്നതാണ്. പ്രാവശ്യം 2 വള്ളമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. B ഗ്രേഡ് 25 ആൾ വലിക്കുന്ന B ഗ്രേഡ് വിഭാഗത്തിലെ മടപ്ലാത്തിരുത്ത് വഞ്ചിയും GB തട്ടകനും എന്ന ഓടിവള്ളം, ഇരുട്ടുകുത്തി വിഭാഗത്തിലെ ഓടിവള്ളമാണ് ഞങ്ങൾ കളിക്കുന്നത്. തൊട്ടടുത്തുള്ള പുളിയംതുരുത്തിൽ നിന്നും 2 ക്ലബ്ബുകളും കണ്ടശാങ്കടവ് കരിക്കൊടിയിൽ നിന്നും മറ്റൊരു ക്ലബ്ബും മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട്. തുഴച്ചിൽ പരിശീലനവും ആവേശകരമാണ്. ഓണാഘോഷത്തിന്റെ ഭാഗമായി കണ്ടശാങ്കടവ്, തൃപ്രയാർ, കറുകമാട്, ഇടിയഞ്ചിറ എന്നീ ജലോത്സവങ്ങളിൽ പങ്കെടുക്കാനാണ് ക്ലബ്ബുകൾ തുഴച്ചിൽ പരിശീലനം ആരംഭിച്ചിട്ടുള്ളത്. ചില ക്ലബ്ബുകൾ ആലപ്പുഴ, കോട്ടപ്പുറം ജലോത്സവങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്. ഭക്ഷണരീതികൾ നിയന്ത്രിച്ചാണ് യുവാക്കളുടെ പരിശീലനം. മഴ വകവയ്ക്കാതെ ജലോത്സവം വരെ മുടങ്ങാതെ തന്നെ പരിശീലനം നടത്തുന്നുണ്ട് എന്ന് ക്ലബ്ബ് അംഗങ്ങൾ പറഞ്ഞു. മണലൂർ ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ടോണി അത്താണിക്കൽ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT ജോൺസൺ മുഖ്യാതിഥിയായിരുന്നു. മോട്ടിവേഷൻ സ്പീക്കർ ജോജു പള്ളിക്കുന്നത്ത് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാവ്യ പ്രശോഭ്, റോസ്, അങ്കണവാടി അധ്യാപകരായ ജയ, ജിനി, വാർഡ് കോർഡിനേറ്റർ പീതാംബരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കിഴിപ്പള്ളിക്കര പ്രവാസി അസോസിയേഷൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുമോദനവും നടത്തി. കിഴിപ്പള്ളിക്കര പ്രവാസി അസോസിയേഷൻ UAE കമ്മിറ്റിയും KPA കേരള വിങ്ങും സംയുക്തമായി സംഘടിപ്പിച്ച വിജയോത്സവം 2026 കിഴിപ്പള്ളിക്കരയിലെ മലർവാടി ചാരിറ്റബിൾ ട്രസ്റ്റിൽ വെച്ച് നടന്നു. നളന്ദ സ്കൂളിൽ 20 വർഷം ഇംഗ്ലീഷ് ടീച്ചറായും സേവനം ചെയ്ത് ഇപ്പോൾ പ്രധാന അധ്യാപികയായി പ്രൊമോഷൻ ലഭിച്ച ബിന്ദു രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ കേരള ചാപ്റ്റർ പ്രസിഡന്റ് ജിന ചന്ദ്രൻ മാരാത്ത അധ്യക്ഷനായി. അസോസിയേഷനിലെ മെമ്പർമാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് അവാർഡ്, ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. മിരീഫ് പുതിയ വീട്ടിൽ, ഡോക്ടർ ഷമീർ പൂവാമ്പറമ്പിൽ, നൌഫൽ പൂവാമ്പറമ്പിൽ, മോഹനൻ തേവർക്കാട്ടിൽ, 10ാം വാർഡ് മെമ്പർ സജീന, 11ാം വാർഡ് മെമ്പർ മിനി ജോസ്, വനിതാ വിംഗ് കൺവീനർ ഉഷ സദാശിവൻ, സെൻട്രൽ കമ്മിറ്റി ട്രഷറർ സിറാജ് തെരുവത്ത്, സലാം ചിറപറമ്പിൽ, ബഷീർ ബാവ, സതീഷ് കൃഷ്ണ, ഷാജഹാൻ കോൽപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. എന്നെ സംബന്ധിച്ച് മറക്കാൻ പറ്റാത്തൊരു അവസരം കൂടിയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അംഗീകാരമാണല്ലോ. നമ്മളിപ്പോൾ കുട്ടികൾക്ക് തന്നെ ഈ അംഗീകാരം കൊടുക്കുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ മോട്ടിവേഷനാണ്, അവരുടെ എൻകറേജ്മെൻറ്റാണ്. അതിനുള്ള ഒരു വലിയ കാര്യമാണ് KPA അസോസിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. 2009 തൊട്ട് തുടങ്ങിയിട്ടുള്ളത് മുടങ്ങാണ്ട് എല്ലാ വർഷവും പറ്റുന്ന പോലെ ചെറുതായിട്ടെങ്കിലും നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യണം. സ്റ്റാർട്ടിങ് ആണല്ലോ, അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ളത് വലിയൊരു പവർ തന്നെയാണ്. അത് നല്ല ഭംഗിയിൽ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിലേക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. അത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഭംഗിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റണമെന്നുള്ള എല്ലാവിധ ആശംസകളും ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം തുടങ്ങാണ്. വേറൊന്നല്ല,
ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് കുട്ടികൾക്ക് ഒരു വിജയാശംസകളാണ്. എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ച, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ച കുട്ടികൾ 2-3 കുട്ടികൾ ഇരിക്കും. മാനിക, ഫിദാക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നുണ്ട്. ഇവർ ആദ്യത്തെ സക്സസ് ആയിട്ട് കാണേണ്ടതും ഇനിയും കുറേ നേട്ടങ്ങൾ നേടാനുണ്ട് എന്നുള്ള കാര്യം നല്ല ബോധത്തോട് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡാണ്. ഞങ്ങൾ പഠിച്ച കാലഘട്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിക്കണു, ഹയർ ലെവലിൽ എത്തുന്നു, ആരും അറിയില്ല, ഒന്നുമില്ല, അംഗീകാരങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ പഠിച്ചു പോയിക്കൊണ്ടിരിക്കണം. ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നല്ല പണിഷ്മെൻറ്റ് ഉണ്ടെങ്കിലും ഡിസിപ്ലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുണ്ടെങ്കിലും അതൊക്കെ നമ്മളെ ഈ ഒരു പൊസിഷനിൽ എത്താനായിട്ട് നല്ലോണം സഹായിച്ചിട്ടുണ്ടെന്നേ പറയുള്ളൂ. കുട്ടമംഗലം ഗ്രാമീണ വായനശാല വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു. ഇന്നത്തെ കുട്ടികളെ ജെൻസി കുട്ടികൾ എന്ന പേരിൽ തള്ളിക്കളയേണ്ടവരല്ലെന്നും അവകാശങ്ങൾക്കായി അവർ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങുന്നത് സമൂഹം തിരിച്ചറിയേണ്ട ആഹ്വാനമാണെന്നും കെ വത്സരാജ് MLA പറഞ്ഞു. കുട്ടമംഗലം ഗ്രാമീണ വായനശാല സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവകാശങ്ങൾക്കായി കുട്ടികൾ കൂട്ടായ്മയോടെ ശബ്ദമുയർത്തുന്നത് വെറുതെ നോക്കിക്കാണേണ്ട കാഴ്ചയല്ലെന്നും അവരുടെ ചിന്തകളെയും കൂട്ടായ്മകളെയും സമൂഹം ഗൗരവത്തോടെ കാണണമെന്നും MLA പറഞ്ഞു. കുട്ടമംഗലം ഗ്രാമീണ വായനശാലയുടെ ചരിത്രം ഇവിടെ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിക്കേണ്ടായി. 59 മുതൽ ആരംഭിച്ചതാണ്. 67 വർഷമായി ഈ വായനശാലയുടെ പ്രവർത്തനം നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വായനശാലകൾ വളരെ സജീവമായി പ്രവർത്തിക്കുകയും ഗ്രാമീണ മേഖലയിൽ സാമൂഹിക ജീവിതത്തിൽ നല്ലതുപോലെ ഇടപെടുകയും ചെയ്യുന്ന നിരവധി വായനശാലകളുടെ പ്രവർത്തനം എനിക്ക് നേരിട്ട് കാണാൻ അവസരമുണ്ടായി. ഇവിടെ ജനപ്രതിനിധിയായി വന്നപ്പോഴാണ് അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ കയ്പമംഗലത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളെ അടയാളപ്പെടുത്തുന്നതും നിർണയിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൊക്കെ ഇത്തരം പ്രസ്ഥാനങ്ങൾക്കുള്ള പങ്ക് ചെറുതല്ല. കാരണം ഏത് ഘട്ടങ്ങളിലും ഏറ്റവും ഉയർന്ന പുരോഗമനപരമായ രീതിയിൽ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരം വായനശാലകൾ സമൂഹത്തിൽ എത്രമാത്രം പ്രയോജനപ്രദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇവിടുത്തെ കയ്പമംഗലത്തിൻ്റെ പുരോഗമന പക്ഷം സൂചിപ്പിക്കുന്നത് ഇത്തരം ഗ്രാമീണ വായനശാലകളുടെയും ക്ലബ്ബുകളുടെയും പൊതു പ്രസ്ഥാനങ്ങളുടെയൊക്കെ സജീവമായ ഇടപെടൽ അതിന് കാരണമാകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വായനശാല പ്രസിഡന്റും എഴുത്തുകാരനുമായ ബാപ്പു വലപ്പാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അമൽ ടി പ്രേമൻ, 2ാം വാർഡ് മെമ്പർ ഷാജഹാൻ PS എന്നിവർ വിദ്യാർത്ഥികളെ അനുമോദിച്ച് സംസാരിച്ചു. വായനശാല സെക്രട്ടറി ജാൻസി ജേക്കബ്, വൈസ് പ്രസിഡന്റ് ബുഷ്ര സലീം, ഷറഫുദ്ദീൻ PA, സുബൈദ അബ്ദുൾ ജബ്ബാർ, NR ഖാൻ, ജൂലിയറ്റ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC, +2 പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികളെയും പ്രദേശത്തെ PhD, MBA, MBBS, MA, ഇന്റർനാഷണൽ റിലേഷൻസ് എന്നീ ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെയും ആദരിച്ചു. വായനശാല നടത്തിയ വിവിധ മത്സര വിജയികൾക്ക് സമ്മാനദാനവും നൽകി. ബാലവേദി അംഗം ഷെസ പറവിന്റെ മോണോ ആക്ട് ശ്രദ്ധേയമായി. വായനശാലയുടെ ആദ്യകാല പ്രവർത്തക നഫീസ ടീച്ചറെയും മൈമൂന കുട്ടമംഗലത്തെയും ചടങ്ങിൽ ആദരിച്ചു. എടത്തിരുത്തി SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കോടി വിതരണം നടത്തി. വിതരണോദ്ഘാടനം നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് സുധീ മാസ്റ്റർ നിർവഹിച്ചു. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഗുരുധർമ്മ പ്രചാരണ സഭയുടെ നേതൃത്വത്തിൽ ബോധാനന്ദ എടത്തിരുത്തി യൂണിറ്റ് സംഘടിപ്പിച്ച ഗുരുദർശനം പ്രഭാഷണത്തിൽ അഡ്വക്കേറ്റ് അജിത സന്തോഷ് മുഖ്യ പ്രഭാഷകയായിരുന്നു. ചടങ്ങിൽ മുതിർന്ന അംഗമായ ശാന്ത പണിക്കെട്ടിയെ ആദരിച്ചു. ശാഖാ പ്രസിഡന്റ് അനിരുദ്ധൻ മാരാത്ത അധ്യക്ഷത വഹിച്ചു. മുഖ്യ രക്ഷാധികാരി KG കൃഷ്ണനുണ്ണി, ചതയ ദിനാഘോഷ കമ്മിറ്റി കൺവീനർ മോഹേഷ് കുമ്പളപറമ്പിൽ, ഘോഷയാത്ര ക്യാപ്റ്റൻ പ്രകാശൻ പള്ളിത്തറ, ശാഖാ സെക്രട്ടറി ഷൈൻ കൊല്ലാറ, ചെയർമാൻ ആനന്ദൻ പൊന്നത്തിൽ, ഷൈനി ധനേഷ് എന്നിവർ സംസാരിച്ചു. വനിതാ സംഘം ഭാരവാഹികളായ സിന്ധു ജയറാം, ജിസി അനിൽ, ലയാമിത്രൻ, അനിത പുഷ്പാങ്കദൻ എന്നിവർ നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാതല ഫുട്ബോൾ മത്സരം നടത്തി. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ നാട്ടിക മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല ഫുട്ബോൾ മത്സരം ആവേശകരമായി സമാപിച്ചു. ജില്ലയിലെ വിവിധ ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ CSC കിഴിപ്പള്ളിക്കര ജേതാക്കളായി. മത്സരത്തിന്റെ ഉദ്ഘാടനം CPIM ഏരിയ കമ്മിറ്റി അംഗവും CPIM നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ KB ഹംസ നിർവഹിച്ചു. CPIM നാട്ടിക ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TV ശ്രീജിത്ത്, AN സുധീർ, V ശ്രീകുമാർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രജനി ബാബു, പവിത്രൻ, TP സോമൻ, ബാലസംഘം കൂട്ടുകാർ, അൻഷാദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിബ്ജിയോർ ആർട്സ് സ്പോർട്സ് ക്ലബ്ബ് റണ്ണേഴ്സ് അപ്പായി. തുടർന്ന് നടന്ന സമാപന സമ്മേളനം CPIM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗവും സംസ്ഥാന സമ്മേളനത്തിന്റെ നാട്ടിക ബ്ലോക്ക് ചെയർമാനുമായ VK ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു.
മേഖലാ കമ്മിറ്റി സെക്രട്ടറി ജിജേജ് പുളിക്കൻ, പ്രസിഡന്റ് ടി.ജെ. ജിനോയ്, ട്രഷറർ നിഷ ശ്രീജിത്ത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മേഖലാ കമ്മിറ്റി അംഗങ്ങളായ അനീഷ് ചേർക്കര, അനീഷ് കലാഞ്ഞി, യൂത്ത് ബ്രിഗേഡ് ക്യാപ്റ്റൻ വിഷ്ണു AKG എന്നിവർ നേതൃത്വം നൽകി. എല്ലായിടത്തും ഡിവൈഎഫ്ഐയുടെ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ നടന്നു വരികയാണ്. അത് കായിക മത്സരങ്ങളുണ്ട്, കലാമത്സരങ്ങളുണ്ട്, വിവിധ മറ്റ് മേഖലകളിലെ പരിപാടികളുണ്ട്. നാട്ടിക മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ഒരു ഫുട്ബോൾ മത്സരമാണ്, ഏകദിന ടൂർണമെന്റാണ് സംഘടിപ്പിച്ചത്. അത് ജില്ലാതലത്തിലുള്ള ടൂർണമെന്റ് ആയിരുന്നു. അത് വളരെ നേരത്തെ തന്നെ മത്സരം ആരംഭിച്ച് തുടർച്ചയായി കളിച്ച് അതിൻ്റെ ഫൈനൽ അടക്കം പൂർത്തീകരിച്ച് ഇന്നിപ്പോൾ ഇവിടെ സമ്മാനം നമ്മൾ വിതരണം ചെയ്യുകയാണ്. CPI താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ നടത്തി. CPI കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്ത ദില്ലി ചലോ മാർച്ചിന്റെ പ്രചരണാർത്ഥം CPI താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ നടത്തി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ പെരിങ്ങോട്ടുകര ഷെഡ് പരിസരത്ത് ജാഥ ക്യാപ്റ്റൻ PM മധുലാലിന് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ജാഥയിൽ വൈസ് ക്യാപ്റ്റൻ മീനാദേവി, ഡയറക്ടർ KC ബൈജു, നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് PR ഷിനോയ്, AIYF നാട്ടിക മണ്ഡലം പ്രസിഡന്റ് MJ സജൽകുമാർ, വിവിധ കേന്ദ്രങ്ങളിൽ CPI കേന്ദ്ര കമ്മിറ്റി അംഗം KP രാജേന്ദ്രൻ, കേരള മഹിളാ സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ, CPI തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം CR മുരളീധരൻ, ഗീതാ ഗോപി MLA, MV സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സമാപന സമ്മേളനം കിഴുപ്പള്ളിക്കര പടിഞ്ഞാറേമന പരിസരത്ത് CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം PK ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. ഇടവേള. Dr. Rishi's Imaging Ultrasound Scan Center and Digital Mammography. Ground floor, Dr. Jyoti's ENT Clinic, എടമുട്ടം. പരിശോധന ഞായറൊഴികെ എല്ലാ ദിവസവും രാവിലെ 9 മുതൽ വൈകുന്നേരം 6 വരെ. എടമുട്ടത്തിന് ഇനി അഭിമാനിക്കാം. അൾട്രാസൗണ്ട് സ്കാനിംഗ് മാത്രമല്ല, വേദനയില്ലാതെ കഴുത്തിലെ മുഴകളിൽ നിന്നുള്ള ബയോപ്സി പരിശോധന, അതിസാങ്കേതിക മാമോഗ്രാം, ലിവറിലെ കൊഴുപ്പിന്റെ അളവും കട്ടിപ്പും അറിയാനുള്ള ഇലാസ്റ്റോഗ്രാഫി, കാലുകളിലെയും കഴുത്തിലെയും രക്തസംക്രമണം അറിയാനുള്ള ഡോപ്ലർ എന്നീ പരിശോധനകൾ ഏറ്റവും വിദഗ്ധനായ റേഡിയോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനം. അൾട്രാസൗണ്ട് അബ്ഡോമൻ, നെക്ക്, സോഫ്റ്റ് ടിഷ്യൂസ്, ലിവർ സ്കാൻ, liver fibrosis and fat estimation, color Doppler, USG guided FNAC, digital mammography. For scan booking 7994085566. കേബിൾ ഇന്റർനെറ്റ് സേവനങ്ങൾ ഇനി ഒരൊറ്റ ആപ്പിൽ. നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതം കൂടുതൽ എളുപ്പമാക്കാൻ കേരള വിഷൻ സ്മാർട്ട് ആപ്പ്. പരാതികൾ തൽക്ഷണം രജിസ്റ്റർ ചെയ്യാം, ലൈവായി ട്രാക്ക് ചെയ്യാം. കമ്പനിയുടെ പുതിയ ഓഫറുകളും പാക്കേജുകളും ഉടനടി അറിയാം. ഇ-കൊമേഴ്സ് ഷോപ്പിംഗും ലോക്കൽ സർവീസുകളും വീട്ടിലിരുന്ന് നേടാം. നിങ്ങളുടെ ബ്രോഡ്ബാൻഡ്, ഡിജിറ്റൽ TV എന്നിവയുടെ അന്വേഷണങ്ങൾക്കും പരാതികൾക്കും സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യൂ. കൂടാതെ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. കേരള വിഷൻ സ്മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുത്ത് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ സമ്മാനമായി നേടൂ. ശ്രാവണം 2026. ഇത്തവണയും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാൻ ശ്രാവണം അരങ്ങിലെത്തുകയാണ്. തിരുവാതിര, കൈക്കൊട്ടികളി, ഓണപ്പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, നാടൻപാട്ട് തുടങ്ങി മറ്റ് ഓണാഘോഷ ഗ്രൂപ്പ് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക 8089510449. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ Gold and Diamonds വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ Gold and Diamonds, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. CPI വാടനപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ സെപ്റ്റംബർ 1 ഡൽഹിയിലെ രാംലീല മൈതാനത്ത് CPI നടത്തുന്ന സമരത്തിന്റെ പ്രചരണാർത്ഥം CPI വാടനപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വാടനപ്പള്ളി സെന്ററിൽ നടത്തിയ സമാപന യോഗം CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. വോട്ടിംഗ് രീതിയെ തന്നെ ചോദ്യം ചെയ്യുന്ന പ്രസ്താവനകളാണത്. ആ ചോദ്യം ചെയ്യുന്ന പ്രസ്താവനകളെ, അവരുടെ സംശയങ്ങളെ ദൂരീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുന്നില്ല എന്നുള്ളതാണ് വേദനാജനകമായിട്ടുള്ള മറ്റൊരു കാര്യം. EVM അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനം, അതിൽ മാറ്റം വരുത്താമെന്ന് ഫേസ്ബുക്കിന്റെ സക്കർബർഗ് പറഞ്ഞതിനെ നിഷേധിക്കാനോ അതിനെ മറികടന്നുകൊണ്ടുള്ള വിശകലനം നടത്താനോ വിശദീകരണം നൽകാനോ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷന് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് അത് കഴിയാത്തത്? അവിടെ ദുരൂഹത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. CB സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി VR മനോജ്, ജാഥ ക്യാപ്റ്റൻ അനിത് കുമാർ ആന്തുപറമ്പിൽ, വൈസ് ക്യാപ്റ്റൻ ബിന്ദു ചന്ദ്രൻ, ഡയറക്ടർ അഷ്റഫ് വലിയകത്ത്, PK പ്രസാദ് എന്നിവർ സംസാരിച്ചു. തൃത്തല്ലൂരിൽ നിന്നും ആരംഭിച്ച ജാഥ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. ചേറ്റുവയിൽ കൺവെൻഷൻ സെന്ററിലെ ലിഫ്റ്റിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ കുടുങ്ങി. പുതിയതായി ഉദ്ഘാടനം ചെയ്ത സ്വകാര്യ കൺവെൻഷൻ സെന്ററിൽ വിവാഹ ചടങ്ങിനിടെ ലിഫ്റ്റ് അപ്രതീക്ഷിതമായി നിലച്ച സ്ത്രീകൾ ഉൾപ്പെടെ 25ഓളം പേർ കുടുങ്ങി. ലിഫ്റ്റിനുള്ളിലുണ്ടായ ആളുകളിൽ 2 പേർക്ക് ശ്വാസതടസ്സം നേരിട്ടെങ്കിലും ജനപ്രതിനിധിയുടെയും ഫയർഫോഴ്സിന്റെയും അവസരോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തമൊഴിവായി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:15ഓടെയായിരുന്നു സംഭവം. ഹാളിന്റെ മുകൾ നിലയിലേക്ക് കയറാൻ ചെറിയ കോണിപ്പടകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് ലിഫ്റ്റിലേക്ക് കൂടുതൽ ആളുകൾ ഒരേ സമയം തള്ളിക്കയറിയതാണ് സാങ്കേതിക തടസ്സത്തിന് കാരണമായതും ലിഫ്റ്റ് പ്രവർത്തനരഹിതമായതുമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവ സമയം സ്ഥലത്തുണ്ടായിരുന്ന എങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷമീറ ഷബീർ ഉടൻ തന്നെ പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തേക്ക് കുതിച്ചെത്തിയ ഫയർഫോഴ്സ് സംഘത്തിന് പ്രാദേശിക ഓട്ടോ തൊഴിലാളികൾ ഗതാഗത തടസ്സം ഒഴിവാക്കി വഴി സൗകര്യപ്പെടുത്തി നൽകി. തുടർന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ലിഫ്റ്റ് ഓപ്പറേറ്റർമാരും ചേർന്ന് നടത്തിയ ദ്രുതഗതിയിലുള്ള പരിശ്രമത്തിനൊടുവിൽ ലിഫ്റ്റിന്റെ വാതിൽ തുറന്ന് ഉള്ളിൽ കുടുങ്ങിയവരെ മുഴുവൻ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടവരുടെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രം ഉദ്ഘാടനം കഴിഞ്ഞ കൺവെൻഷൻ സെന്ററിൽ ആവശ്യത്തിന് സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടായിരുന്നില്ലെന്നും മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമല്ലായിരുന്നുവെന്നും ആരോപണമുണ്ട്. വാടനപ്പള്ളി ഓട്ടോ സ്ക്വാഡ് കൂട്ടായ്മ 2ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വാടനപ്പള്ളി ലയൺസ് ക്ലബ് ഹാളിൽ നടത്തിയ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ സെക്രട്ടറി TK പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ജസീബ്, ട്രഷറർ നൌഫൽ, രക്ഷാധികാരി സലീം എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് TK പ്രശാന്ത്, സെക്രട്ടറി സലീം, ട്രഷറർ നൌഫൽ എന്നിവരെ തെരഞ്ഞെടുത്തു. നമുക്കറിയാം, നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത, നമ്മളൊരു പ്രശ്നമുണ്ടായാലും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാലും നമ്മളെല്ലാവരും ഒത്തുകൂടും. അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നമുക്കറിയില്ല. നമ്മുടെ കൂടെയുള്ള ഒരു പ്രശ്നം സംഭവിച്ചാൽ നമ്മളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അവരെ സഹായിക്കുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് അത് ഏറ്റവും കൂടുതൽ. സമ്പന്നരായ ആൾക്കാരൊക്കെ ചിലപ്പോൾ അതിൽ നിന്നൊക്കെ വിമുഖത പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ കാര്യമാണ്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ഈ ഓട്ടോ സ്ക്വാഡ് രൂപീകരിച്ച കാലഘട്ടം തൊട്ട് 2 വർഷമായിപ്പോൾ 2 വർഷം കൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ വേണ്ടി കഴിഞ്ഞു. അതിന് ഒരു രക്ഷാധികാരിയുണ്ട്, അതിന് എല്ലാം മറന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാവരും കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. CITU മണലൂർ പഞ്ചായത്ത് കോർഡിനേഷൻ സമ്മേളനം CITU ജില്ലാ കമ്മിറ്റി അംഗം VG സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. CF ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ VK വേലായുധൻകുട്ടി, CK വിജയൻ, MK സദാനന്ദൻ, സിന്ധു, TV മനോഹരൻ, KS വിവേക് എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് അംശയോഗം റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം നടന്നു. ഹംസ പുഴങ്കര ഇല്ലത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രേംകുമാർ തണ്ടാശ്ശേരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസം നേടിയ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ജ്യോതിഷ് കരിങ്ങാട്ടിൽ, വൈസ് പ്രസിഡന്റ് ജോൺസൺ ഇലുവത്തിങ്കൽ, സെക്രട്ടറി പ്രേംകുമാർ തണ്ടാശ്ശേരി, ജോയിന്റ് സെക്രട്ടറി രാജി സോമൻ, ട്രഷറർ ശശികുമാർ ഭണ്ഡാരപ്പറമ്പിൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ഷാഹുൽ ഹമീദ്, സുരേഷ് വാഴൂർ, സുദർശനൻ,
മോഹനൻ, സലീം, നിസാർ, ഹംസ, വിബിത ജോഷി, മധു വിശ്വനാഥ്, അമ്പിളി സിദ്ധാർത്ഥ് എന്നിവരെ തെരഞ്ഞെടുത്തു. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗ് ആശ്രമത്തിലെ വൈദിക് ധർമ്മ സംസ്ഥാൻ കേരള തൃശൂർ ജില്ലയിലെ കർക്കിടകമാസ സാമൂഹ്യ ധന്വന്തരി ഹോമം ഭക്തിസാന്ദ്രമായി. തൃപ്യാർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബാംഗ്ലൂർ ആശ്രമത്തിലെ ബ്രഹ്മചാരി ചിത് പ്രകാശാജി ധന്വന്തരി ഹോമ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആശ്രമം പണ്ഡിറ്റ് രാജ് പൂജകൾക്ക് നേതൃത്വം വഹിച്ചു. സത്സംഗ്, ഗുരുപൂജ എന്നിവയോടെ ധന്വന്തരി ഹോമത്തിന് തുടക്കം കുറിച്ചു. വൈദിക ധർമ്മ സംസ്ഥാൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ രവീന്ദ്രനാഥ്, ജില്ലാ പ്രസിഡന്റ് അജയൻ, ജില്ലാ സെക്രട്ടറി ഇമ്മാനുവേൽ, കേരള അപ്പെക്സ് ബോഡി സെക്രട്ടറിയായ സംസ്ഥാനമേറ്റ സുവിൻ ശങ്കർ, തൃശൂർ ജില്ലാ മെന്ററും സീനിയർ അഡ്വാൻസ് കോഴ്സ് ടീച്ചറുമായ ബാലുമാഷ്, വൈദിക ധർമ്മ സംസ്ഥാൻ റീജിയണൽ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രസാദ വിതരണത്തോടെ ധന്വന്തരി ഹോമം ചടങ്ങിന് സമാപനം കുറിച്ചു. आचमनीयं समर्पयामि श्री गुरुचरणकमलेभ्यो नमः। नैवेद्यं समर्पयामि श्री गुरुचरणकमलेभ्यो നമ്മൾ പറയുന്ന മലയാളത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, നാഥൻ എന്ന് പറയും. ഇവിടെ നാഥൻ അല്ലേ? നാഥൻ എന്ന് പറഞ്ഞാൽ എന്താ? ചില സ്ഥലത്തൊക്കെയാണ് വാക്കുകൾ ഉപയോഗിക്കുക. അനാഥൻ എന്ന് പറയുന്ന വാക്കിന്റെ വിപരീതമാണ് നാഥൻ എന്ന് പറഞ്ഞാൽ. നാഥൻ എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്തവരാണ് അല്ലേ? നാഥൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉള്ളത്. അപ്പൊ കൃഷി പറഞ്ഞാൽ എന്താ വെച്ചാൽ മറ്റു ബന്ധങ്ങളൊക്കെ കുറെ കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് വിട്ടുപോകും. എല്ലാം അച്ഛനമ്മയായാലും കുറെ കഴിയുമ്പോൾ അവരുടെ ചുറ്റുഭൂമിയിൽ പോകാം. അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ ദേശകാലങ്ങളിൽ നിന്നൊക്കെ തിരിഞ്ഞ് വേറെ സ്ഥലങ്ങളിലൊക്കെ യാത്രയാവാം. അങ്ങനെ നമ്മൾ ആ ബന്ധങ്ങളിൽ നിന്ന് കുറേ മാറുമ്പോഴും ഗുരു എന്ന് പറയുന്ന ബന്ധത്തിൽ അപ്പോഴും ഇപ്പോഴും ആ നാഥൻ എപ്പോഴും ഉണ്ടാവും. ഒരിടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. കുട്ടിക്കാലത്ത് എന്ത് ചെയ്യണം? മാവേലെറിയാൻ പോണം, മൂടി പുതച്ചുറങ്ങണം, സ്കൂളിൽ പോകണം. പണ്ടേ നമ്മൾ മലയാളികൾ സ്കൂളിൽ പോയിരുന്നു. നാടിനൊരു ആപത്ത് വന്നാൽ നാട് വിടും, കണ്ടിൽ നിന്ന് നടിക്കും, കട്ടയ്ക്ക് നിന്ന് നേരിടും. നമ്മൾ മലയാളികളുടെ വിഷൻ എന്നും വലുതായിരുന്നു. അതിപ്പോൾ ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെ കാര്യത്തിലായാലും 41 ലക്ഷത്തിലധികം ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾ, 7000-ലധികം ഓപ്പറേറ്റർ പാർട്ണർമാർ, 2 പതിറ്റാണ്ടിന്റെ വിശ്വാസം. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ്. കേരള വിഷൻ, കേരളത്തിന്റെ വലിയ വിഷൻ. വാർത്തകൾ തുടരുന്നു. സ്മാർട്ട് കയ്പമംഗലം പദ്ധതി എടമുട്ടം സരസ്വതി വിലാസം സ്കൂളിൽ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സ്മാർട്ട് കയ്പമംഗലം പദ്ധതിയുടെ ഭാഗമായി എടമുട്ടം സരസ്വതി വിലാസം സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. ക്രിക്കറ്റ് ബാറ്റുകൾ, ഷട്ടിൽ കോക്ക് ആൻഡ് റാക്കറ്റുകൾ, ക്രിക്കറ്റ് ബോളുകൾ, സ്റ്റമ്പുകൾ തുടങ്ങിയ കായിക ഉപകരണങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് കൈമാറിയത്. മുൻപ് സ്മാർട്ട് കയ്പമംഗലം പദ്ധതിയിലൂടെ സ്കൂളിന് ഫുട്ബോളുകളും നൽകിയിരുന്നു. സ്മാർട്ട് കയ്പമംഗലം കോർഡിനേറ്റർ അഭിലാഷ് തേവർക്കാട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PTA പ്രസിഡന്റ് ശരണ്യ പ്രവീൺ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് മഹിജ ടീച്ചർ, ഗീതാദേവി VK, ലളിത VR, അനുരാഗ് NA,
സംഗീത് ശങ്കർ പി, സിറാജ് വി ബി, ദീപ്തി ബി എസ്, സംഗീത് എസ് തയ്യിൽ, ബിസ്മി ശാരിക, കാർത്തിക് കെ, MPTA പ്രസിഡന്റ് ജിനി പ്രവീൺ, PTA വൈസ് പ്രസിഡന്റ് കവിത സുകേഷ്, MPTA വൈസ് പ്രസിഡന്റ് സുജിഷ ജിതേഷ് എന്നിവർ സംസാരിച്ചു. സ്മാർട്ട് കയ്പമംഗലം കോർഡിനേറ്റർമാരായ അഫ്സൽ KA, ശരത് KH, ശ്യാംചന്ദ്രൻ നെടിയിരിപ്പിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പഠിച്ചു മാത്രമല്ല വളരേണ്ടത്, കളിച്ചും കൂടി വളരണം. വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ഒരു ചെറിയ പയ്യൻ 15ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന, 14ാം ക്ലാസ് അതായത് SSLCക്ക് മാത്രം പഠിക്കുന്ന 15 വയസ്സുള്ള ഒരു ചെറിയ പയ്യനാണെന്ന് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് വലിയ റെക്കോർഡുകൾ കരസ്ഥമാക്കുന്നു. അതുപോലെ തന്നെ മെസ്സിയും റൊണാൾഡോയും നെയ്മറും ഒക്കെ ലോകത്തിനു മുമ്പിൽ വലിയ രീതിയിൽ നമുക്ക് മാതൃകാപരമായ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ എടമുട്ടത്തെ UP സ്കൂളിൽ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ കുട്ടികളെ വാർത്തെടുക്കണം. ഭാവിയുടെ വാഗ്ദാനങ്ങളായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ നാളെയുടെ വാഗ്ദാനങ്ങളായ, ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുട്ടികളെ ഇത്തരത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ സ്മാർട്ട് കയ്പമംഗലം പദ്ധതി എന്നും എപ്പോഴും സ്കൂളിനൊപ്പവും വിദ്യാർത്ഥികൾക്കൊപ്പവും ഉണ്ടാവുമെന്ന്. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർക്കിടക കഞ്ഞി വിതരണവും ഹരിതകർമ്മസേനയ്ക്കായുള്ള മെഡിക്കൽ ക്യാമ്പും ആയുർവേദ ആശുപത്രിയിൽ വെച്ച് നടന്നു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് തുടർന്ന് പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയൊക്കെ ചേരേണ്ടവരെ അവിടെ ഡോക്ടർ ആദ്യമേ പറഞ്ഞു, ഈ കർക്കിടക മാസത്തിൻ്റെ ദുർഘടങ്ങളെ ശരീരം ഏറ്റവും ബലക്ഷയം നേരിടുന്ന ഒരു മാസമാണ്. സവിശേഷമായ കാലാവസ്ഥയാണ് അതിന് പ്രേരകമാകുന്നത്. ആ സമയത്താണ് നമ്മൾ നമ്മളുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ചികിത്സാ മുറകൾ ഏറ്റെടുക്കുന്നത്. നമുക്കറിയാം, കർക്കിടക മാസത്തിൽ മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കൊക്കെ സുഖചികിത്സ നടക്കുന്ന സമയമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും മാനവിട്ട് നടക്കുന്നത് കർക്കിടക മാസത്തിലാണ്. അതുപോലെ കായകൽപ്പം നടത്തുന്നതും ഏറ്റവും കൂടുതൽ കർക്കിടക മാസത്തിലാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ ശാന്ത സോളമൻ, ഷാജി പൊലിയെടുത്ത്, റഹ്മത്ത് ഷബീർ, സിമി ജോജു, ബിജു അണ്ടയെടുത്ത്, ഡോക്ടർ ലിജ ജേക്കബ്, T ബിജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് കർക്കിടകത്തിലെ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിത സുകുമാരൻ ക്ലാസ് നയിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളും കീർത്തനങ്ങളും ആലപിക്കുന്നതിലുപരി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് ഡോക്ടർ സുനിൽ P ഇളയിടം പറഞ്ഞു. ഗുരുവിന്റെ വിശ്വമാനവികതയെ ആസ്പദമാക്കി കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയും ആർട്സ് ഓഫ് കളരിപ്പറമ്പും സംയുക്തമായി സംഘടിപ്പിച്ച സോദരത്വേന പ്രഭാഷണ പരമ്പരയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സാമൂഹിക ആശയം എന്ന നിലയിൽ വലിയ തോതിലേക്ക് ലോകം സാഹോദര്യം എന്ന മൂല്യത്തിലേക്ക് ഇന്ത്യയിലൊന്നും കാര്യമായി പ്രവേശിച്ചിട്ടേയില്ല. ഫ്രഞ്ച് വിപ്ലവം ആ മുദ്രാവാക്യം ഉയർത്തിയെങ്കിലും ആ മുദ്രാവാക്യം ഒരു സാമൂഹിക ഫലമുളവാക്കി തുടങ്ങിയത് പിന്നീട് വേറെ കാലം കഴിഞ്ഞിട്ടാണ്. അപ്പോഴാണ് ഇന്ത്യയിൽ ഗുരു സാദരത്വേന എന്ന ഒരാശയം മുമ്പോട്ട് വയ്ക്കുകയും ഒരു സാമൂഹ്യ ഭാവനയുടെ, സാമൂഹികതയുടെ അടിസ്ഥാന തത്വം എന്ന നിലയിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തത്. ഇതിൻ്റെ ഒരു പ്രാധാന്യം ഒരുപക്ഷെ പിന്നീട് നമുക്ക് കാണാൻ കഴിയുക ഇന്ത്യയിലെ ജാതിവിരുദ്ധ മുന്നേറ്റത്തിൻ്റെ എക്കാലത്തെയും വലിയ കേന്ദ്രമായിരുന്ന അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ചർച്ചയ്ക്ക് വയ്ക്കുന്ന സമയത്ത് ഭരണഘടനാ അസംബ്ലിയുടെ അവസാന ഘട്ടത്തിലാണ് ആമുഖം ചർച്ചയ്ക്കെടുക്കുന്നത്. വാസ്തവത്തിൽ ഭരണഘടനയുടെ തുടക്കമാണ് അതിൻ്റെ പ്രിയാമ്പിളെങ്കിലും ഭരണഘടനാ അസംബ്ലി ഏറ്റവും ഒടുവിലാണ് അത് ചർച്ച ചെയ്യുന്നത്. 1949 ഒക്ടോബറോടെയാണ് അതിൻ്റെ ചർച്ചയിലേക്ക് കടക്കുന്നത്. നവംബർ സുധീഷ് അമ്മവീട് അധ്യക്ഷനായി. ഷൗക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് PV സജിത, സെക്രട്ടറി MS ദിലീപ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേഷ് ബാബു, നേതൃസമിതി കൺവീനർ ശ്രീനിവാസൻ അയിനപ്പുള്ളി, TA ഇക്ബാൽ, PM സിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. CPI ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥം CPI കയ്പമംഗലം ലോക്കൽ കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചു. കളമുറിയിൽ നിന്ന് ആരംഭിച്ച പദയാത്ര CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ET ടൈസൺ ഉദ്ഘാടനം ചെയ്തു. സമ്പത്ത് കൊടുക്കാൻ തയ്യാറുള്ളവർ, പൈസ കൊടുക്കാൻ തയ്യാറുള്ളവർ, നീറ്റിന്റെ ഏത് തരത്തിലുള്ള സ്ഥാനം വേണമോ, ഏറ്റവും ഉയർന്ന സ്ഥാനം വേണമോ നൽകാൻ
കേന്ദ്ര ഗവൺമെൻറ് അതിന് ബന്ധപ്പെട്ട ആളുകൾക്ക് കഴിയുന്നതാണ് അല്ലേ. നമുക്ക് അതിനോട് ബന്ധപ്പെട്ട ഒരു വലിയ റാക്കറ്റ് മാഫിയ സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇതിന് ധാർമ്മികമായ ഉത്തരവാദിത്വം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഏറ്റെടുക്കണമെന്നതിൻ്റെ ഭാഗമായിട്ടാണ് സമരം നടത്തിയത്. ആ സമരം വിജയിച്ചു. എന്നാൽ അത് മാത്രമല്ല, ഇന്ത്യയുടെ തൊഴിലില്ലായ്മ സംബന്ധിച്ച് യുവാക്കൾ നേരിടുന്ന വിഷയങ്ങൾ സംബന്ധിച്ച് കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ നൽകാമെന്ന് പറഞ്ഞ അധികാരത്തിലേറ്റ ഗവൺമെന്റാണ് കേന്ദ്രം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിന് നമുക്കൊന്ന് പരിശോധിക്കേണ്ട സമയമൊക്കെ ആയല്ലോ. എന്താണ് ഇപ്പോൾ ഉള്ള തൊഴിൽ നഷ്ടമാകുന്നു എന്നാണ്. ജാഥ ക്യാപ്റ്റൻ ER ജോഷി, വൈസ് ക്യാപ്റ്റൻ ദിവ്യ അനീഷ്, മാനേജർ PK റഹീം, മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, MD സുരേഷ്, KC ശിവരാമൻ, KA ഷിഹാബ് എന്നിവർ സംസാരിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP സന്ദീപ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വടനപ്പള്ളി തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആദ്യത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് 75 വയസ്സ് പൂർത്തിയായ റിട്ടയർഡ് അധ്യാപകർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മണ്ണുത്തി വെറ്റിനറി കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ PA പീതാംബരൻ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ ജില്ലാ ജഡ്ജി VS വിദ്യാധരൻ, ശ്രീകൃഷ്ണ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PS നിഷ, AG ഗോപിക നന്ദന, ഡോക്ടർ ഹുസൈൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. ജനപ്രതിനിധികളെയും വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. CP രാജേന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ NK സുരേഷ് കുമാർ, ഹെഡ്മിസ്ട്രസ് CB നിഷ, HSS പ്രിൻസിപ്പാൾ KV റോഷ്നി, PTA പ്രസിഡന്റ് AT ഷബീർ അലി, സജീവൻ തോട്ടപ്പറമ്പത്ത്, KN വിമല, TR ശശികല, PK ബദറുദ്ദീൻ തുടങ്ങി വിവിധ ബാച്ചുകളിലെ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. സ്കൂളിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികൾ മുതൽ കഴിഞ്ഞ വർഷം സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും ജനപ്രതിനിധികളായവർ ഉൾപ്പെടെ വ്യത്യസ്ത മേഖലകളിലുള്ളവർ, സ്കൂളിലെ വിരമിച്ച അധ്യാപകർ, നിലവിലുള്ള അധ്യാപകർ എന്നിങ്ങനെ 500ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും 10 വയസ്സ് കുറയും എന്ന് മാത്രമല്ല, ജനാർദ്ദനം മാഷെ കാണുമ്പോൾ ഒരു സന്തോഷം. ഇപ്പോൾ ഏജ് റിവേഴ്സൽ എന്ന് പറഞ്ഞിട്ടൊരു ഫിനോമിനൻ ഉണ്ട്. നിങ്ങൾക്ക് 120 വയസ്സ് വരെ ജീവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. ജപ്പാനിലെ ഒരു ഡോക്ടർക്ക് 2012 നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള വിഷയമാണ്. അതിൽ എനിക്ക് ഏറ്റവും ചാരിതാർത്ഥ്യം ജനാർദ്ദനം മാഷെ കാണുമ്പോഴാണ്. ഏജ് റിവേഴ്സൽ സാധ്യമാണെന്ന് മാഷ് തെളിയിച്ചു കഴിഞ്ഞു. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എനിക്ക് വേദിയിലുള്ളവരെയും സദസ്സിലുള്ളവരെയും നേരിട്ട് പരിചയമില്ല. ആകെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ പഠിച്ച എൻ്റെ സതീർത്ഥൻ CK പ്രേമൻ, ഞങ്ങൾ ഒന്നിച്ച് കോളേജിലും പഠിച്ചതാണ്. യെസ്, ഹി ഈസ് പ്രസൻറ്റ്. മറ്റുള്ളവരെ ആരെയും എനിക്ക് പേരെടുത്ത് പറയാൻ കഴിയുന്നില്ല, സോറി. പക്ഷേ എന്നെ പഠിപ്പിച്ച അധ്യാപകരായ പാർത്ഥസാരഥി മാഷയും ശിവശങ്കരൻ മാഷയും കുഞ്ചപ്പൻ മാഷയും ഇട്ടിക്കുരു മാഷ്, ധർമ്മപാലൻ മാഷ്, മാത്സ് പഠിപ്പിച്ച ഒരുപാട് മാഷന്മാർ. ഓണത്തിനായുള്ള പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ ഓണത്തിനായുള്ള പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വലിയകത്ത് അക്ബർ അലിയുടെ പുരയിടത്തിൽ ഷീജ കൊടപ്പുള്ളി എന്നിവർ 1 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ജൈവ കൃഷിയും ചെണ്ടുമല്ലി പുഷ്പകൃഷിയും ചെയ്തു വരുന്നത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു ചെണ്ടുമല്ലി പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ TK സോമൻ, പഞ്ചായത്ത് മെമ്പർ അംബിക ടീച്ചർ, കൃഷിവകുപ്പ് ADA റൈഹാന KC, അംഗനവാടി ടീച്ചർ ശശികല PK, അക്ബർ അലി വലിയകത്ത്, ഐഷ B, അഷിൽ അക്ബർ, മാനിയ അഷിൽ, താര വാസന്തി, മോഹിനി, ഇസ്ഹാഖ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ബ്ലോക്കിൻ്റെ നേതൃത്വത്തിലുള്ള പുഷ്പകൃഷി ഗ്രൂപ്പ് പുഷ്പകൃഷിയുടെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടത്തുന്നത്. ഷീജേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിക പഞ്ചായത്തിലെ ഏറ്റവും നല്ലൊരു കർഷകയാണ്. ഏതൊരു വിത്ത് ഉൽപാദനം നടത്തിയാലും അതുപോലെ തന്നെ
പച്ചക്കറി കൃഷി അങ്ങനെ എന്ത് നെല്ലിൻ്റെ ആയാലും എന്തായാലും പൂക്കൃഷി ആയാലും ഒക്കെ ഏറ്റവും നന്നായി കൃഷി ചെയ്യുന്നൊരു കർഷകയാണ് നമ്മുടെ ഷീജേച്ചി. പല പ്രാവശ്യവും പഞ്ചായത്തിൻ്റെ ഏറ്റവും നല്ല കർഷകയ്ക്കുള്ള അവാർഡൊക്കെ നേടിയിട്ടുള്ള വ്യക്തിയാണ്. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ദാക്ഷായണി വേലായുധന്റെ പേര് നൽകണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകി. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേര് ദാക്ഷായണി വേലായുധൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പെരിങ്ങോട്ടുകര എന്ന് പുനർനാമകരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസിന് നിവേദനം നൽകി. താന്യം ഡിവിഷൻ മെമ്പർ KP സന്ദീപാണ് ഇത് സംബന്ധിച്ച ആവശ്യവുമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ സമീപിച്ചത്. 1891 പ്രവർത്തനം ആരംഭിച്ച ഈ വിദ്യാലയത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന ദാക്ഷായണി വേലായുധൻ 1935 മുതൽ 10 വർഷക്കാലം അധ്യാപികയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ ചരിത്രബന്ധവും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ മുന്നേറ്റത്തിന് അവർ നൽകിയ സംഭാവനകളും മുൻനിർത്തിയാണ് സ്കൂളിന് അവരുടെ പേര് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 15 വനിതകളിൽ ഏക ദളിത് പ്രതിനിധിയും ഏറ്റവും പ്രായം കുറഞ്ഞ അംഗവുമായിരുന്നു മലയാളിയായ ദാക്ഷായണി വേലായുധൻ. 1931 കൊച്ചി രാജ്യത്ത് ആദ്യമായി സ്കൂൾ ഫൈനൽ പാസ്സായ പട്ടികജാതി വനിത എന്ന നേട്ടവും 1934 ബിരുദം നേടിയ രാജ്യത്തെ ആദ്യ ദളിത് വനിത എന്ന ചരിത്ര ബഹുമതിയും അവർ നേടിയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പൗരാവകാശങ്ങൾക്കും സ്ത്രീ ശാക്തീകരണത്തിനുമായി സജീവമായി നിലകൊണ്ട ഈ മഹത് വ്യക്തിത്വത്തോടുള്ള ആദര സൂചകമായി സ്കൂളിന്റെ പേര് മാറ്റാൻ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് നിവേദനത്തിൽ വ്യക്തമാക്കുന്നു. തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിൽ കർക്കിടകവാവ് ബലിതർപ്പണം ബുധനാഴ്ച രാവിലെ 5 മണി മുതൽ ആരംഭിക്കും. തൃത്തല്ലൂർ രമേശൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പിതൃതർപ്പണം നടക്കുന്നത്. ക്ഷേത്ര മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പിതൃപ്രീതിക്കായി വിശേഷാൽ തിലഹോമവും ഉണ്ടാവും. പിതൃതർപ്പണത്തിന് ക്ഷേത്രസന്നിധിയിൽ വലിയ പന്തലും കുളിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ബലിതർപ്പണം കഴിഞ്ഞ് വരുന്ന ഭക്തർക്ക് ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ പ്രഭാത ഭക്ഷണവും ഉണ്ടാകുമെന്ന് ദേവസ്വം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ ഗിരീഷ് മാത്തുക്കാട്ടിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണത്തെ വരവേൽക്കാൻ കനോലി പുഴയിൽ നീരണിഞ്ഞ വള്ളങ്ങൾ. ജലോത്സവങ്ങൾക്കായി ക്ലബ്ബുകൾ തുഴച്ചിൽ പരിശീലനം ആരംഭിച്ചു. ചേറ്റുവയിൽ കൺവെൻഷൻ സെന്ററിലെ ലിഫ്റ്റിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ കുടുങ്ങി. തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.